ഹലോ എവരിവൺ, വെൽക്കം ടു ദ ചാനൽ. SUV ഫീൽസ്, അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. നമ്മൾ സംസാരിക്കാൻ പോണതും നമ്മളിന്നുള്ളതും ഒരു SUVയിലാണ്. ഈ നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പം കുറേ നാളായിട്ട് SUV കുറേ ഇറങ്ങുന്നുണ്ട്. പക്ഷേ SUV എന്താണെന്ന് മറന്നുപോയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് ചില ആൾക്കാർ അഡ്വർടൈസ് ചെയ്യണതൊക്കെ കാണുമ്പോഴേക്കും. അപ്പം അതെ, SUV സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നാണ് അത് സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഇഗ്നിസിനും അങ്ങനത്തെ കുറച്ച് ടീമൊക്കെ ആ ഒരു ഗ്യാങ് ആൾക്കാർ ആ പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോമ്പാക്ട് SUV അങ്ങനത്തെ കുറേ SUVയുടെ കസിൻസും ഫേക്ക് കസിൻസും ഫേക്ക് കുറേ സാധനങ്ങളുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒറിജിനൽ SUV എന്താണെന്നൊന്ന് റീവിസിറ്റ് ചെയ്യാന്നുള്ള ഒരു പ്ലാനിൽ ഒരു ചെറിയൊരു നമ്മളൊരു റാൻഡും ചെറിയൊരു ഡിസ്കഷനും പോലെ നമ്മൾ ചുമ്മാ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഇന്നുള്ളത് മുനമ്പം ബീച്ച്, ചെറായി ബീച്ച് ആ സൈഡിലാണ്. അപ്പോൾ നമ്മളിവിടുത്തെ കടാപ്പുറം സൈഡിൽ കൂടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഡ്രൈവ് ചെയ്യണ വണ്ടി 2022 മോഡൽ ഫോർച്യൂണർ, ടൊയോട്ട ഫോർച്യൂണർ അൺഡിസ്പ്യൂട്ടഡ് കിങ് എന്ന് പറയുമ്പോൾ ബിഗ് ഡാഡി അത് വേറൊരു ഡാഡി ഉണ്ട്, പക്ഷേ ഇത് ബിഗ് ഡാഡി. അപ്പം ഒരു ട്രക്ക്, ഒരു SUV എന്താണെന്നുള്ള ഇപ്പോഴത്തെ നമ്മളുടെ 2026 അങ്ങനത്തെ ഒരു ഫീൽസ് ക്ലോസ് ടു ആയിട്ടുള്ള അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ തൽക്കാലം നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. കുറച്ച് നൈസ് ആയിട്ടുള്ള, കുറച്ച് വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റ് ആയിട്ട് ഈ ഓപ്ഷനേ ഉള്ളൂ. അപ്പം എക്സ്പെൻസീവ് ആണ്, എന്നാൽ അത്ര എക്സ്പെൻസീവ് അല്ല. അങ്ങനത്തെ ഒരു എന്താ കറക്റ്റ് പെർഫെക്റ്റ് സ്വീറ്റ് സ്പോട്ടിൽ നിൽക്കുന്ന ഒരേ ഒരു വണ്ടി. അപ്പം അതൊക്കെയാണ് നമ്മൾ പറയാൻ പോണത്. SUV എന്നുള്ള ഒരു ടോപ്പിക്കും. ഇപ്പം ഫോർച്യൂണർ, ഇപ്പൊ ഫോർച്യൂണർ റെലവൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതെന്തോ മറ്റേ മമ്മൂട്ടിയുടെ പോലത്തെ ഒരു സെറ്റപ്പാണ് ഈ ഫോർച്യൂണർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഒരു റെഫറൻസ് വെച്ച് നോക്കുമ്പോഴേക്കും മമ്മൂട്ടി പോലെയാണ്. ഇതിന് പ്രായമാവണില്ല, ഇത് ഒരേ ലുക്കാണ് എപ്പോഴും, ആർക്കും ഒരു കംപ്ലൈന്റും ഇല്ല. അപ്പം പക്ഷെ മെയിനുമാണ്, സ്ട്രോങ്ങുമാണ്. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഇത് ഇറങ്ങിയപ്പോൾ തൊട്ട് 2008 ഫസ്റ്റ് ജനറേഷൻ എപ്പോഴും ഇറങ്ങിയത് അല്ലല്ല 2008-9 ആ സമയത്ത് ഇറങ്ങി ഫസ്റ്റ് ജനറേഷൻ ഇറങ്ങി. അത് കുറച്ചും കൂടി വേറൊരു സ്റ്റൈൽ വണ്ടിയായിരുന്നു. എനിക്ക് കുറച്ചും കൂടി അത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ അതൊരു ഒരു മസിൽ മൂഡാണ്. ആ സമയത്ത് എല്ലാ വണ്ടികളും എനിക്ക് അന്നത്തെ BMW 320D ഇതെല്ലാം ഒരു മസിൽ മൂഡുള്ള ടൈപ്പ് വണ്ടികളാണ്. അപ്പം സ്ക്രൂ എയറോഡൈനാമിക്സ് എന്ന് പറയുന്ന ടൈപ്പ് ഒരു ഡിസൈൻ ലാംഗ്വേജ് ആയിരുന്നു. അവർക്ക് they don't care, they just wanted to make it big. അപ്പം പിന്നെ ടൊയോട്ട ഇത് കേടാവില്ല വണ്ടി. ഇത് ഇപ്പൊ റീസെന്റ് മറ്റേ ഒരു ആഡില്ലേ പണ്ടത്തെ ഹൈലക്സിന്റെ ഒരു ആഡ്, മറ്റേ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടായിട്ട് അടി ഉണ്ടാക്കിയിട്ട് ക്ലിഫിന്റെ മുകളിൽ ഹൈലക്സ് അങ്ങ് തള്ളിയിടും. കാര്യം ചെറുക്കൻ്റെ വണ്ടിയാണ് ഇഷ്ടം, ആമ്പിള്ളേരല്ലേ എന്ത് ചെയ്യാൻ. അപ്പം വണ്ടി താഴെ വീടും. പെണ്ണ് മറ്റേ വണ്ടി പൊളിഞ്ഞ് തന്നെ ഓടിച്ചത് ഹൈലക്സ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഇന്നസെന്റിന്റെ പോലെ. അപ്പം ഹൈലക്സിന്റെ അതേ പ്ലാറ്റ്ഫോമിലുള്ള വേറൊരു വണ്ടിയാണ് ഫോർച്യൂണർ. അപ്പം പിക്കപ്പ് മാറ്റി അവിടെ ഇരിക്കാനായിട്ട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ്. അതെ. അപ്പൊ ഇതൊരു 3 സീറ്റർ അല്ല, ഒരു 3 റോ 8 സീറ്റർ അങ്ങനത്തെ ഒരു കോൺഫിഗറേഷനിലാണ് ഈ വണ്ടി ഉള്ളത്. അപ്പം ഈ ബാക്കിലത്തെ ഏറ്റവും ബാക്കിലത്തെ റോ സീറ്റ് മാറ്റിയിട്ട് നമ്മളുടെ ഒരു ബെഡ് ഫിറ്റ് ചെയ്തിട്ട് കുറച്ച് സസ്പെൻഷൻ ഒന്ന് സ്റ്റിഫ് ആയി കഴിഞ്ഞാൽ ഹൈലക്സ് ആയി നമ്മളുടെ. അപ്പം അത് ഓൾറെഡി ലെജൻഡറി ആണ് വണ്ടി. അപ്പം ഇത് ബൈ ഡിഫോൾട്ട് ലെജൻഡറി ആണ്. അപ്പം നമുക്ക് ഇന്ത്യയിലോട്ട് ലാൻഡ് ക്രൂസേഴ്സ് അധികം കിട്ടിയില്ല, പക്ഷേ ഫോർച്യൂണർ കിട്ടി. അത് ഇറങ്ങിയപ്പോൾ തൊട്ട് അവർ അപ്പം പോലെ വിൽക്കണമുണ്ട്. അപ്പം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. ഇത് ഇപ്പം കോമ്പറ്റീഷൻ ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കണ ഒറ്റൊരു ടീമാണ്. അപ്പം അല്ലേ ഇതൊരു നമ്മളുടെ എൻഡവർ ഉള്ള സമയത്ത് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ, അങ്ങനെ ഒരുപാട് വണ്ടികൾ, ഔട്ട്ലാൻഡർ അതെന്ന് പറയുമ്പോൾ ലെജൻസിന്റെ ഒരു കളിയായിരുന്നു. മാഫിയ മൂഡ് അന്ന് ആ ഒരു ഇറയൊക്കെ അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പം മാഫിയ എപ്പോഴും അങ്ങനെയല്ലേ, ഒരു ടീമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പം ഫൈനലി മറ്റേ ഈ യക്കൂസ ജാപ്പനീസ് ആയിട്ടുള്ള ടൊയോട്ട സർവൈവ് ചെയ്തവരുണ്ട്. ഫോർഡ് എൻഡവർ അവരൊക്കെ പോയി. ട്രംപ് നമ്മളായിട്ട് ചേരില്ല പണ്ടേ. അപ്പം അവരൊക്കെ പോയി. ഇപ്പം കാരണം ഇതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് പോലത്തെ ഒരു വണ്ടിയായി. ഇപ്പം 17 ലക്ഷം രൂപക്ക് 2008-9 ആ ടൈമിൽ ഫസ്റ്റ് ജനറേഷൻ ഇറങ്ങിയിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലില് വലിയ വ്യത്യാസമൊന്നുമില്ല.
പക്ഷേ ടോപ്പ് എൻഡിന് 60 to 65 lakhs വരെ ഓൺ ദ റോഡ് ഉണ്ട്. അപ്പം ഇതേ സെയിം മോഡലിൽ 4 കൊല്ലം മുന്നേ മേടിച്ച ആൾ 20 ലക്ഷം രൂപ കുറഞ്ഞാണ് മേടിച്ചത്. പക്ഷെ ഇപ്പം കൊടുക്കണമെങ്കിൽ 20 ലക്ഷം രൂപ കൂട്ടി കൊടുക്കുക. ഇത് മറ്റേ ഗോൾഡിനേലും അപ്രിസിയേഷൻ വരണ ഒരു ടൈപ്പ് ഒരു കമോഡിറ്റി ആയി ഈ ഒരു വണ്ടി. അപ്പം പിന്നെ ഇതിനൊരു പ്രത്യേകിച്ച് ഒരു ടൈംലെസ് ആയിട്ടുള്ള ഒരു ഡിസൈനും അങ്ങനെയല്ല. ഇതിന് പ്രത്യേകിച്ച് ഒരു ഹേട്രഡും അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഫാൻസ്. എനിക്ക് ആകെപ്പാടെ ഈ വണ്ടിയോടുള്ള ഒരേ ഒരു എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു സംഭവം, ദുബായിൽ എത്ര 25-20 ലക്ഷത്തിന് വിൽക്കുന്ന വണ്ടിയാണിത്. അതെ, ഇവിടെ നേരെ ട്രിപ്പിൾ പ്രൈസിനാണ് ഇവിടെ സെല് ചെയ്യുന്നത്. അതെനിക്ക് ഒട്ടും, പിന്നെ എല്ലാ വണ്ടികളും ഇന്ത്യൻ ഓവർ പ്രൈസിലാണ്, പക്ഷെ എന്നാലും ഒരു മയം വേണം. ഇന്ത്യക്കാര് വാങ്ങും, നമുക്കൊന്നുമില്ല. നമുക്ക് ടൊയോട്ട കിട്ടിയാൽ മതി. കാരണം ടൊയോട്ട എസ്പെഷ്യലി കേരളത്തിലൊരു ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉള്ള, ഇവിടെ കുറെ NRI ഈ UAE പോയിട്ട് ഉള്ള കുറെ ആൾക്കാരുള്ളതുകൊണ്ട് ടൊയോട്ട. അതെ, അപ്പം ടൊയോട്ട ആൾക്കാരുടെ മൈൻഡിൽ ഒരു റിലയബിലിറ്റി, ഒരു ലോജിറ്റിവിറ്റി, മറ്റേ ഒരു ട്രസ്റ്റ്, കോൺഫിഡൻസ്, മറ്റേ മക്കൾക്ക് കൊടുക്കുക വണ്ടി. അപ്പൊ പറമ്പില്ലെങ്കിൽ ഒരു ടൊയോട്ട വാങ്ങാം. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ആൾക്കാർ ഈ വണ്ടി പർച്ചേസ് ചെയ്യണതും എല്ലാം ഉള്ളത്. ഇതിന്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് തന്നെ സത്യം പറഞ്ഞാൽ നല്ല ഇച്ചിരി പ്രീമിയം ക്ലാസ്സിലുള്ള ആൾക്കാർ. അവർക്ക് കാരണം ഞാൻ ഇന്നോവ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സി ആയിട്ട് ഓടുന്ന വണ്ടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് കംഫർട്ടിന്റെ കാര്യത്തിൽ. പക്ഷെ ഫോർച്യൂണർ ടാക്സി ആയിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. വളരെ റെയർ ആയിട്ട് ഒന്നോ രണ്ടോ. ഈ ടാക്സിയുടെ വേറൊരു കേസുണ്ട്. ഇപ്പൊ ആൾക്കാർ ഈ ടാക്സി വണ്ടി എന്ന് പറയണത് ഇങ്ങനെ അതൊരു നമ്മളുടെയൊക്കെ ഒരു സൊസൈറ്റിയിൽ അതിങ്ങനെ ഒരു കുറഞ്ഞ ഒരു മൂടാണ്. പക്ഷെ ടാക്സി വണ്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും റിലയബിൾ വണ്ടി. ഇത് കേടാവൂല, ഇത് ഇങ്ങനെ എന്തെങ്കിലും നിൽക്കും. മറ്റേ ഇന്നസെന്റിന്റെ അതേ ബോർഡ് പോലത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ മമ്മൂട്ടിയുടെ റെഫറൻസ് പറഞ്ഞ പോലെ. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയെ പറ്റിയുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഭയങ്കര ടെക്നിക്കലായിട്ടും ഫുൾ ഡീറ്റെയിൽസിലോട്ട് അങ്ങനെ ഡീറ്റെയിൽ ബൈ ഡീറ്റെയിൽ അങ്ങനെ ഇറങ്ങണില്ല. ഇത് എല്ലാവർക്കും അറിയണ വൻ പോപ്പുലർ വണ്ടിയാണ്. ഇതിപ്പോ മമ്മൂട്ടിയുടെ ബയോഗ്രഫി പറയണ പോലെ ഇപ്പൊ കേരളത്തിൽ വന്നിട്ട്. അപ്പം എവരിബഡി നോസ് അബൌട്ട് ഇറ്റ്. അപ്പം നമ്മള് അതിലോട്ട് അത്രയും നമ്മള് ഇപ്പോഴത്തെ ഈ ഒരു വണ്ടിയുടെ 2026 ഇതിന്റെ റെലവൻസ്, പിന്നെ ഇതെന്താണ് ഏജ് ആവാത്തത് ഈ വണ്ടിക്ക്, ഇതെന്താണ് ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടം, ആൾക്കാർ ക്യൂ നിൽക്കണം, ഇത് പൈസ കൂടിയിട്ട് ആൾക്കാർ മേടിക്കണം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കുറച്ച് ഇതിന്റെ ഡീറ്റെയിൽസും അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പം പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഫോർമാറ്റ് കണ്ടിട്ട് വീഡിയോന്റെ എവിടെയോ കണ്ടു പറഞ്ഞ പോലെ മറ്റേ ഹൂ ആർ യു ആ ഒരു സാധനത്തില് അത് ഇറ്റ്സ് പർപ്പസ്ഫുള്ളി ഡെലിബറേറ്റ്ലി ഡൺ. അപ്പൊ നമ്മള് ഒപ്പള്ളി നമ്മള് പറയുന്നത് നമ്മള് കോവിഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മള് ടോക്കിംഗ് കാർസ് എന്നുള്ള യൂട്യൂബ് ചാനല് നമ്മളുടെ JD ആൻഡ് വിവേക്ജിയുടെ ഹാർഡ് കോർ ഫാൻസ് ആണ് ചാനലിന്റെ. അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് സെയിം നാട്ടുകാരാണ്. ഇപ്പം വിവേക്ജിക്കുള്ള ആ ഒരു ഏരിയയിലെ തൊട്ടടുത്ത ഇപ്പുറത്ത് ചെറായി ആ ഒരു സൈഡിലാണ് നമ്മളും അങ്ങനെയെല്ലാം ഉള്ളത്. അപ്പം നമ്മൾ ഇവരുടെ ഫാൻസ് ആണ്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ആ ഒരു കോൺവെർസേഷണൽ ആ ഒരു സ്റ്റൈല് നമുക്ക് വല്ലാണ്ട് ഇഷ്ടവുമായി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയ്ക്ക് പറയാൻ പേടിയാണ്. അതിനുള്ള കോൺഫിഡൻസ് ഒന്നും തൽക്കാലം സെറ്റ് ആയിട്ടില്ല. നമ്മൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ, അപ്പം ഒരു കാഷ്വൽ ടോക്ക് അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ സെറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് എവിടെ പോകും എങ്ങനെ എത്തുന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ സംസാരിച്ച് കാട് കയറിയൊക്കെ ചിലപ്പം പോകും. പക്ഷെ ഇത് ഈ വണ്ടിയില്ലേ, അപ്പം വണ്ടി ഓടിക്കുകയും ചെയ്യണം, വഴി കൂടി പോകണം, വണ്ടി കാണണം, വഴി കൂടി പോകണം, പെൺകുട്ടികളെ കാണണം. അപ്പം അപ്പം ലൈഫ് ഓഫ് എ മറ്റേ സമൺ ഇൻ ദ 20s to 30s ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പം വണ്ടി നമുക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ബീച്ച് ആയതുകൊണ്ട് നല്ല കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പം എനിവേ, അപ്പം നമുക്ക് നമ്മളുടെ കുട്ടനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. കുട്ടനല്ല, ഡാഡി, ദ റിയൽ ഡാഡി ഇൻ ദ SUV ബിസിനസ്. ഒരു സെക്കൻഡ് ജനറേഷൻ ഫോർച്യൂണർ ആയതുകൊണ്ട് സത്യം പറഞ്ഞ ഇളയപ്പൻ എന്ന് വിളിക്കാം. എനിക്ക് എപ്പോഴും ആ ഡാഡി എന്ന് പറയുന്ന ഫസ്റ്റ് ജനറേഷൻ ഇറങ്ങിയ വട്ടക്കണ്ണുള്ള ഫോർച്യൂണർ തന്നെയാണ്. അതെ, അപ്പം ഇളയപ്പനായിക്കോട്ടെ. ഓക്കെ, ഇപ്പം ടൊയോട്ട ഇതൊന്നും കേൾക്കണ്ട. കാരണം ഇനി പൈസ കൂട്ടാൻ പോകുമ്പോഴേക്കും ഒരുത്തന്മാരുടെ ഇളയപ്പന്നാക്കി വണ്ടിയുടെ പേര്. അതെ, അപ്പൊ ഇനി നമ്മള് ഓടിക്കാനുള്ള ഒരു മൂഡിനെ പറ്റി എന്താന്നുള്ള സംഭവം പറയാം. ഇത് ഇപ്പം എല്ലാരും ഓടിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ഞാൻ തന്നെ അത്രയും ഓടിച്ചിട്ടില്ല. ഇവനാണ് കൂടുതലും ഈ വണ്ടി ഓടിച്ചിട്ടുള്ളത്. അപ്പം പക്ഷെ എന്നാലും നമ്മൾ SUVs അത്യാവശ്യം കാര്യമായിട്ട് ഓടിച്ചിട്ടുണ്ട്. നമ്മള് ഒരു ജനറേഷനിൽ കൂടി ഉണ്ടായി വന്നതുകൊണ്ട് നമുക്ക്
SUVs കുറച്ചുകൂടി റെലവെന്റ് ആയിട്ടുള്ളത് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സമയത്താണ് നമ്മൾ ഉണ്ടായി വന്നത്. അപ്പം മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും ആണെങ്കിൽ തന്നെ ഒരു വീക്കിലി അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു മന്ത്ലി ബേസിസിൽ ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അതിന്റെ എല്ലാ ഒരു റാപ്പോ ബിൽഡ് ചെയ്യുന്ന ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും, നമ്മൾ എടുക്കണമൊന്നുമില്ല. അപ്പൊ ആ ഒരു ഡേറ്റ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഓരോ വണ്ടിയുടെയും പ്രോസ് ആൻഡ് കോൺസ് എന്താണ്, പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ വണ്ടി എടുക്കും എന്നുള്ള സംഭവം കണ്ടുപിടിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതലാണ്. അപ്പം നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇതിപ്പോ ഒരു ഓപ്പണിംഗ് വീഡിയോ ആണ്. അപ്പം ഇത് ചിലപ്പോൾ ലോങ് ആവും. അപ്പം കഥ കൂടുതലുണ്ട്, കഥ ചുരുക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പം നമ്മളുടെ ഒരു കുറെ കുട്ടിക്കാലം തൊട്ട് ഇപ്പൊ വരെയുള്ള ഒരു ലൈഫിൽ മറ്റൊരു ഇൻട്രസ്റ്റ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിട്ടുള്ളൂ. വണ്ടിനെ പറ്റിയുള്ള സാധനം എവിടെ പോയാലും വണ്ടിനെ പറ്റിയുള്ള ഒരു ടോക്കാണ്. അതെ, വണ്ടിനെ പറ്റി, എഞ്ചിനെ പറ്റി, ടയറിനെ പറ്റി, അലോയിനെ പറ്റി, സൺഫിലിമിനെ പറ്റി, ഇത് തീരൂല, കണ്ടിന്യൂസ് ടോപ്പിക്കാണ്. അപ്പം നമ്മൾ വിചാരിച്ച് ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ് കുറച്ച് നമ്മളെ പോലത്തെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും റിലേറ്റബിൾ ആയിക്കോട്ടെ. പിന്നെ ഈ തലയിലുള്ളതൊക്കെ ഒന്ന് എവിടെയെങ്കിലും ഇറക്കി വെക്കാതെ വിചാരിച്ചിട്ട് ആ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ അഗൈൻ ടോക്കിംഗ് കാർസിന്റെ ഒരു കാര്യത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് നമ്മൾ ഹെവിലി ഇൻസ്പയർഡ് ആണ് അവരുടെ. അപ്പം സ്റ്റിൽ വി മിസ് യു. അപ്പം എനി ടൈം പ്ലാൻ ടു കം ബാക്ക്. അപ്പം ഞങ്ങള് മറ്റേ ഈ ഓൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലെ ആൾക്കാരാന്ന് വിചാരിച്ചാൽ മതി. നമ്മളെന്തായാലും നമ്മളുടെ ഒരു ലെവലിൽ ഇത് പയ്യനും സെറ്റ് വരുന്നുള്ളൂ. അപ്പം നമുക്ക് ഇനി വണ്ടീനെ പറ്റിയുള്ള ഒരു കാര്യം പറയാം. അപ്പൊ നമുക്ക് ഡ്രൈവ് ഫീൽ ഒരു എൻജിൻ ഓടിക്കാൻ എങ്ങനെയുണ്ട് എന്ന് പറയുമ്പോ കാലം കൊടുക്കണേണ്. അപ്പൊ തന്നെ ടൊയോട്ടയുടെ ഒരു അവസ്ഥ. ഇനിയിപ്പം വണ്ടി വിചാരിക്കുന്ന മറ്റു സാധനമായിരിക്കും. ഇവന്റെ മോന്റെ ഇതേ ചവിട്ടും ഞാൻ കൊള്ളണമല്ല എന്നുള്ള അതേ മൂഡിൽ പോണ ഒരു സംഭവമാണ്. അപ്പം ഇതിലെ നമ്മളിപ്പം ഓടിക്കണത് ഇപ്പൊ നമ്മള് ഡീസലാണ്. ഇപ്പം ഇന്ത്യയിലെ കൂടുതലും ടൊയോട്ട എപ്പോഴും സെല് ചെയ്യണത് ഡീസൽ വണ്ടികളാണ്. ഇതിപ്പോ മറ്റേ ബിഗ് ഡിസ്പ്ലേസ്മെന്റ് ഡീസൽ എഞ്ചിൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതിൽ 2.8 ലിറ്റർ 4 സിലിണ്ടർ വരുന്നത്, ടർബോ ഡീസൽ. അപ്പം നമ്മളിന്ന് ഓടിക്കുന്നത് ഓട്ടോമാറ്റിക് വേർഷൻ, 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആണ് ഇതിലുള്ളത്. അപ്പം ഒരു ട്രക്ക് മോഡും SUVയും അതിന്റെ ഫുൾ എസെൻസ് വണ്ടിയിലും ഉണ്ടെങ്കിലും നമുക്ക് വലിയ വണ്ടി ഓടിക്കണതിന്റെ ആ ഒരു ഭയങ്കര ഡ്രൈവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കഷ്ടപ്പാടില്ല. നല്ല സ്മൂത്ത് വണ്ടി, ക്ലീൻ സാധനം. ഒലച്ചിലൊക്കെ ഈ ഇതിന്റെ ഒരു SUVയുടെ ഒരു മെയിൻ അട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ ബോഡി ഓൺ ഫ്രെയിം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഫ്രെയിം വേറെ അതിന്റെ മുകളിൽ കൊണ്ട് ബോഡി വെക്കും. അപ്പം അതാണ് റിജിഡിറ്റി. എല്ലാ ഒരു ഡ്യൂറബിൾ വണ്ടിയുടെയും ഒരു കോൺഫിഗറേഷൻ അതായിരുന്നു. അപ്പം പിന്നെ അതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സെറ്റപ്പുമാണ്. അപ്പം ഇപ്പോഴുള്ള വണ്ടികൾ കുറെ ആൾക്കാർ നൈസായിട്ട് ഇങ്ങനെ മോണോക്കോക്കെ ഇറക്കിയിട്ട് നമ്മള് SUV ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല. അപ്പൊ നമ്മള് വീണ്ടും അതുകൊണ്ട് ആ ഒരു ഫാക്ട് ചെക്ക് ചെയ്യാനും വാലിഡേറ്റ് ചെയ്യാനാണ് ഈ വണ്ടിയായിട്ട് നമുക്ക് ഇറങ്ങിയത്. അപ്പം വണ്ടി ഓടിക്കാൻ ഒരു രക്ഷയില്ല. തിയറിറ്റിക്കലും ഇതൊരു SUV ആണ്. നമ്മൾ പ്രാക്ടിക്കലി ഇത് ഓടിക്കുമ്പോഴും ഇതൊരു SUVയുടെ ക്യാരക്ടറാണ് കാണിക്കുന്നത്. ഇത് ഓടിച്ചിട്ട് പോയിട്ട് ഒരു ക്രെറ്റയൊക്കെ ഓടിച്ചാൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും അത് സാൻഡ്രോ എന്ന് വിചാരിക്കും. അത് പിന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും ഉറപ്പായിട്ടും. പിന്നെ ഈ ബോഡി ഓൺ ഫ്രെയിമിന്റെ മെയിൻ സംഭവം അല്ലെങ്കിൽ SUVയുടെ മെയിൻ സംഭവം ബോഡി ഓൺ ഫ്രെയിം അല്ലാതെ സ്റ്റാൻഡ്സ്, ഇതിന്റെ ഒരു ഭീകരത. ഇതിന്റെ ഉള്ളിലിരിക്കുമ്പം അത്രയും ഒരു സൈസ് മനസ്സിലാവില്ല. പക്ഷെ ഇത് ഈ വഴി കൂടി വന്നത് കാണുമ്പോഴും നമ്മൾ വേറൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ നോക്കുന്നത്. ഇപ്പൊ ഒരു ഓട്ടോനും 2-3 വണ്ടിക്ക് ബീച്ച് റോഡിൽ നമ്മള് വലിയ വണ്ടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം സൈഡ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലായിട്ട് ഒരു ഭീകരത. പിന്നെ ആൾക്കാർക്ക് സൈഡ് തരാനൊരു സന്തോഷമൊക്കെ ഉണ്ട്. നമുക്ക് അതെ. അപ്പം വണ്ടിയുടെ ഇതൊക്കെ അപ്പം ഇങ്ങനത്തെ ഒരു ഇമോഷണൽ കണക്ട് നമുക്ക് വണ്ടി തരും. അങ്ങനത്തെ ഒരു ഇപ്പോഴത്തെ വണ്ടികൾക്ക് കൂടുതൽ ഇല്ലാത്തൊരു സംഭവം അത് തന്നെയാണ്. നമ്മളിപ്പം ഞാനും ഈ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഇപ്പൊ മറ്റേ ഡിപ്രസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കണോ ഓരോരോ വണ്ടി. പുതിയ ഒരു ന്യൂ ഇയർ വരുമ്പം പുതിയ വണ്ടികൾ, പുതിയ എഡിഷൻസ് ഓഫ് ആ പഴയ വണ്ടികൾ തന്നെ നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്യുക. ആകെപ്പാടെ സത്യം പറയാൻ എനിക്ക് കഴിഞ്ഞ കുറച്ച് നാളിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിൽ ആകെപ്പാടെ ഇഷ്ടപ്പെട്ടത് സ്കോർപിയോ N മാത്രം. ഇനിയിപ്പോ നമ്മള് കോൺസ് പറയുമ്പോഴേക്കും അത് ഡാഡി ഇഷ്യൂസ്. അപ്പം സ്കോർപിയോ ഇപ്പം ഇതിന്റെ ഈ ഒരു നമ്മളിപ്പോ അങ്ങനെ സ്കോർപിയോ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം ഇതിന്റെ ഒരു അടുത്തായിട്ടുള്ള ഒരു ക്ലോസ് ടു ആയിട്ടുള്ള കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരാള് അതായത് സെയിം സെഗ്മെന്റ് അല്ല, ഒരു ഉദ്ദേശിച്ച സെയിം സെഗ്മെന്റ് ആണ്. പക്ഷെ എന്നാലും
ക്യാരക്ടർ ഡിഫറെന്റ് ആയിരുന്നു. ഒരു ബോഡി ഓൺ ഫ്രെയിം, ഒരു റിയർ വീൽ ഡ്രൈവ് വേറൊരു വണ്ടി ഉള്ളത്, പിന്നെ നമുക്ക് കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളുടെ സ്കോർപിയോ തന്നെയാണ്, മഹീന്ദ്രയുടെ. വണ്ടി അടിപൊളി വണ്ടിയാണ്. അതിനെപ്പറ്റി അത് നമുക്ക് വേറൊരു വീഡിയോയിൽ അതിനെപ്പറ്റി പറയാം. അത് വേറെ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. അപ്പം ഒരു വീഡിയോ തന്നെ ചെയ്യണം. അതെ. അപ്പം ഫോർച്യൂണറിന്റെ നമ്മളിപ്പോ ഒരു എഞ്ചിനും നമ്മളിപ്പം ഓടിച്ചോണ്ടിരിക്കണ ഇപ്പൊ പറഞ്ഞ പോലെ ടർബോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പം ഇതാണ് ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ടു ഗെറ്റ്. ഇത് 4 വീൽ ഡ്രൈവ് പോലും അല്ല, ഇത് 4x2 നമ്മള് നോർമൽ റിയർ വീൽ ഡ്രൈവ് ആണ്. പക്ഷേ യു ഡോണ്ട് ഫീൽ ലൈക്ക് ഗെറ്റിംഗ് ദ 4x4. അതാണ് ഇപ്പൊ ഇതിന്റെ കൂടുതലും ഇതിന്റെ കസ്റ്റമേഴ്സും ഓണേഴ്സും ഇവരിങ്ങനെ ഓഫ് റോഡ് കൊണ്ടുപോകണ അങ്ങനത്തെ ടൈപ്പ് ആൾക്കാർ. ഫസ്റ്റ് ജനറേഷന്റെ അങ്ങനെയായിരുന്നു. ഫസ്റ്റ് ജനറേഷൻ കൂടെ ഒരു എന്താ ലൈക്ക് അവർക്ക് ഇത് ചാടിക്കണം എന്നുള്ളൊരു ആ ഒരു മൂടുള്ള ആൾക്കാർ തന്നെയായിരുന്നു. ഫസ്റ്റ് ജനറേഷൻ ഈ മറ്റേ ചാടിയൊക്കെ തന്നെയാണ്, ജീപ്പൊക്കെ അങ്ങനത്തെ വീഡിയോ ഒക്കെ കാണും. പക്ഷെ ഇത് കുറച്ചും കൂടി പൈസ കൂടിയല്ല, ഇത് കുറച്ചും കൂടെ പ്രീമിയം ലക്ഷറി SUV ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ പോലും അറിയാതെ എന്താ പ്രൊമോട്ടഡ് ആയി. അപ്പൊ നമ്മള് പണ്ടത്തെ ജീപ്പും പണ്ടത്തെ 515 പണ്ടത്തെ താറും പിന്നെ ഇപ്പോഴത്തെ പുതിയ താറൊക്കെ വെച്ച് കമ്പയർ ചെയ്യണ പോലെ നമുക്ക് ആ കോൺഫിഡൻസ് തോന്നൂല ഇതടിച്ച് കയറ്റാൻ ഒരു സ്ഥലത്തോട്ട്. അപ്പം ആകെയുള്ള എനിക്ക് സത്യം വേറൊരു പ്രശ്നം എനിക്ക് എന്നെ ബോദർ ചെയ്യുന്നത് ഇപ്പൊ ഇത് ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തത് ഈ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് സ്ലോ സ്പീഡിലോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ടേൺ ചെയ്യുമ്പോഴൊക്കെ ചെറുതായിട്ട് മറ്റേ ലോറി വീശുന്ന പോലെ ആ സംഭവം. അത് നിങ്ങൾ ഈ വീഡിയോയില് ചിലപ്പോ അത് കിട്ടുന്നുണ്ടെന്ന് തോന്നണം. കാരണം ഇവ മറ്റേ പഴയ KSRTC ഡ്രൈവർമാർ ചുരം എടുക്കുന്ന പോലെയാണ് ഈ വണ്ടി സ്ലോ സ്പീഡിൽ ഓടിക്കാം. അതൊരു ചിലപ്പോ പവർ ഇല്ലാത്തോണ്ടായിരുന്നു. അത് കാണുമ്പോ ഒരു നൈസാണ്. നമ്മളാ മറ്റേ ഒരു മല്ലപ്പൂ മറ്റേ ആ ഒരു സ്ഫടികത്തില് പാട്ടൊക്കെ സത്യം പറയാം. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളത് മറ്റേതാ ഒരു പാട്ടുണ്ടല്ലോ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത്. അയ്യോ ട്രെൻഡിങ് വേണ്ട, ഇപ്പോഴത്തെ ട്രെൻഡിങ് സിവിക് സെൻസ് ആണ് കേരളത്തില്. അപ്പം ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് സൺഡേ സിവിക് സെൻസ് ഓൾറെഡി ഉണ്ട്. അപ്പം നമുക്ക് ആ കാര്യം വിടാം. അപ്പം എഞ്ചിനും ഇത് ഓടിക്കാനുള്ള റൈഡ് ക്വാളിറ്റി അന്യായം എന്ന് പറയുമ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് റൈഡ് ക്വാളിറ്റി അല്ല. പക്ഷേ മുന്നത്തെ ഫോർച്യൂണറും ഇതൊക്കെ വൺ സെറ്റിൽഡ് ആണ്. പിന്നെ വീലിന്റെ സൈസും വീലിന്റെ സൈസും പിന്നെ ചേട്ടാ പറയട്ടോ നമ്മളീ മറ്റേ വീലിന്റെ സൈസ് ഞാൻ പിന്നെ പറയാം. ഇത് വീൽ സൈസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, അവൾക്ക് മറ്റേ വണ്ടിനെ പറ്റി വീട്ടിൽ പറയാം. അപ്പം നമ്മളീ ഒരു ഹെവി ഫാൻ ഓഫ് ഡീസൽ ടർബോ ഡീസൽ ആണെങ്കിൽ ഡീസൽ ടോർക്കും അതൊന്നും പുതിയ ഒരു സാധനത്തില് പുതിയൊരു 3 സിലിണ്ടർ ടർബോ പെട്രോളിലും ഒന്നിലും കിട്ടുന്ന ഫീൽ ഉണ്ട്. പറയുമ്പം ഒരു വൈറ്റിലോട്ട് ഒരു കുത്തിയിട്ടത് പോലെ നമ്മള് മറ്റേ ആക്സിലറേറ്റ് ചെയ്യുമ്പോഴേക്കും. അപ്പം സ്ട്രേഞ്ച്ലി ഈ BS3 BS4 BS6 അങ്ങനെ സ്റ്റേജുകൾ മാറി എഞ്ചിനുകൾ മാറുമ്പോഴും പെട്രോൾ എഞ്ചിൻ കുറച്ചും കൂടെ എന്താ സെൻസിറ്റീവ് ആവും, അണ്ടർ പവേർഡ് ആവും, ക്വയറ്റ് ആവും. പക്ഷെ കമ്പാരിറ്റീവ്ലി ഡീസൽ എഞ്ചിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഈ സ്റ്റേജ് മാറുന്നുണ്ട്, ബാലൻസ് സ്റ്റേജിന്റെ ഒരു ഫേസ് മാറുന്നുണ്ട്. ഗുഡ് സൈഡ് ആൻഡ് ബാഡ് സൈഡ് അതിൽ പറയുമ്പോൾ ഗുഡ് സൈഡ് എന്ന് പറയുമ്പോൾ the essence is still there. Bad side എന്ന് പറയുമ്പോൾ they are not developing it because they are trying to take it off from the market. ഇത് ഒരു ഡൈയിങ് ബ്രീഡ് ആണ് ഈ സംഭവം. ഈ ഡീസൽ എഞ്ചിൻസിന്റെ പരിപാടി, ബിഗ് ഡിസ്പ്ലേസ്മെന്റ് ഡീസൽ എഞ്ചിൻസിന്റെ പരിപാടി ഏകദേശം തീരാറായി. ടീംസ് എല്ലാരും നിർത്തി. അപ്പൊ ഇതുപോലെ കുറച്ച് അപ്പം കൊള്ളപ്പം അടിപൊളിയായിട്ടുള്ള ഇതുപോലത്തെ വണ്ടിയൊക്കെ ഓടിച്ച് സെറ്റാക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു മൂഡാണ് ഞങ്ങൾ. നമുക്ക് ഈ EV-ലോട്ടും പിന്നെ നേച്ചർ സേവ് ചെയ്യാനും അതൊക്കെ ഒരു പ്രൊപ്പഗാൻഡയുടെ ഒരു ഭാഗമാണ്. നമുക്ക് വലിയ താല്പര്യമില്ല. കാര്യം ഒരു ആർഗ്യുമെന്റ് വേണ്ടി പറയണമെങ്കിൽ നമുക്കിപ്പം EV-യുടെ ഒരു പ്രൊഡക്ഷനുള്ള ഒരു ഫുട് പ്രിന്റും അതിന്റെ സ്ട്രക്ചറിനുള്ള ഫുട് പ്രിന്റും ആ ലിഥിയം മൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബൺ ഫുട് ഒരു കാർബൺ ഫുട് പ്രിന്റ് ഒന്നും ഡീസൽ ഓടമ്പില്ല. ഇത് ചുമ്മാ മറ്റേ അറബികളുടെ പെട്രോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് പ്രശ്നമുള്ള കുറെ ആൾക്ക്. ഇത് പൊളിറ്റിക്കലാ വേണ്ട, പൊളിറ്റിക്കൽ വേണ്ട, ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. പക്ഷേ if there was a petition to sign somewhere, I would sign happily for getting more diesels into the market. Release the diesel engines. അപ്പൊ get it back എന്നുള്ള ഒരു സംഭവം. അപ്പം Endeavorum എല്ലാവരും ഇങ്ങനത്തെ ടീമും പോയപ്പോഴേക്കും നമുക്ക് മറ്റേ ശോകമോട് ഇപ്പൊ മറ്റേ പിന്നെ നമ്മള് കുറച്ച് സമാധാനത്തിന് ഇതാണിപ്പം പറഞ്ഞ ഡീസലിന്റെ സംഭവം. ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോകണുണ്ട്. പിന്നെ മറ്റേ ക്യാമറ ഇങ്ങനെ ഡിൽറ്റ് ആവും ഈ സാധനം വരുമ്പോഴേക്കും.
അപ്പം നമ്മള് ഡീസലിന്റെ ഒരു റാൻഡ് അതാണ്. നമുക്കും എനിക്ക് തോന്നും കുറെ കാണുന്ന ആൾക്കാർക്കും ഇത് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഡീസൽ മിസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ കിട്ടില്ല. ഇപ്പൊ ഒരു TDC കിടക്കുന്നുണ്ട്, ഒരു ഫോർഡ് ഫിഗോ TDC അടിപൊളി വേണ്ടി. പിന്നെ ഇവന്റെ അടുത്തുള്ള വെന്റോ, എന്റെ അടുത്തുള്ള താറ്, അതായത് മറ്റേ ടർബോ ഡീസൽ. അപ്പം ഇതൊന്നും മറ്റേ അടിപൊളി റിഫൈൻമെന്റും മറ്റേ ഉള്ളിലോട്ട് സൗണ്ട് ഒന്നും കേൾക്കാൻ പാടില്ല. നമ്മൾ മറ്റേ ലൈബ്രറിയിലല്ലോ ഓടിച്ചോണ്ട് നടക്കണം. അപ്പം വണ്ടി ഓടിക്കാൻ അറിയണ ഒരു, പക്ഷെ ഈ ഒരു ജനറേഷൻ ഓഫ് ഫോർച്യൂണർ വന്നപ്പോഴേക്കും റിഫൈൻമെന്റ് കുറച്ചുകൂടി സെറ്റ് ആയിട്ടുണ്ട്. ഒരു ക്യാബിൻ ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഉള്ളിലോട്ട് ഡീസൽ ആണെങ്കിലും നമ്മൾ ഡീസൽ ഉണ്ടെന്ന് അറിയിക്കും, പക്ഷെ മറ്റേത് കട ക്ലാറ്ററും അങ്ങനത്തെ ഒരു സംഭവമില്ല. റിഫൈൻമെന്റ് അടിപൊളിയായിട്ടുണ്ട്. കാരണം അവര് എഞ്ചിൻ മാറണില്ലല്ലോ. ഇത് പണ്ടോട്ടേ ഒരേ എഞ്ചിൻ പല ട്യൂണിങ് പല ചെറിയ സാധനങ്ങളൊക്കെ മാറ്റാം. അതിന്റെ മുകളിലുള്ള മറ്റേ ചെറിയ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിന്റെ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളൂ. പറയുമ്പം ഫോർച്യൂണർ ഇപ്പൊ കറക്റ്റ് നോക്കണെങ്കിൽ ഐഫോൺ കാര്യം അതെ എന്ന് പറയുമ്പോ വാട്ട് ഓൾറെഡി വർക്ക്സ് ലെറ്റ് ഇറ്റ് സ്റ്റേ. അപ്പം അങ്ങനെ ഒരു പോർഷയൊക്കെ പോലെ. അപ്പം അതുകൊണ്ടാണ് ഇതിപ്പോഴും ഇതിന്റെ റെലവൻസിനുള്ള ഒരു കാരണം അത്. കാരണം ഇത് ഒരു ബ്രോക്കൺ പ്രൊഡക്റ്റ് അല്ല, ഒരു ഫോൾട്ടി പ്രൊഡക്റ്റ് അല്ല. അപ്പം ഇത് ഇറ്റ് ഹാസ് ഗോട്ട് എവരി റൈറ്റ് ടു സ്റ്റേ. ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ട് അപ്പൊ ഓരോ തവണ ഇങ്ങനെ ചവിട്ടിയും കൂടുമ്പോഴേക്കും നമ്മൾ മറ്റേ വാലിഡേറ്റ് 55 ലക്ഷം രൂപ കൊടുത്ത് ഈ കാറ് മേടിച്ച് ഒരു കുഴപ്പമില്ല എന്റെ മോനും ഇഷ്ടപ്പെടും. അപ്പം നീ വന്ന് ഇരിക്കണ ഇവരാണ് ഇതിന്റെ ഓർഡർ. അപ്പം ഇവന്റെ അപ്പം മേടിച്ചിട്ട് ഇവനിപ്പം കൊടുത്തതാണ്. അപ്പം സെയിം സ്റ്റോറിയാണ്. അപ്പം ടൊയോട്ട ഓണേഴ്സ് അപ്പം വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതേ സെയിം സ്റ്റോറി ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് us know, കമന്റ് ചെയ്യാ വന്നിട്ട്. അപ്പം ഇതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള നമ്മളുടെ ഒരു ഇംപ്രഷൻ ഒരു ഡ്രൈവിങ്ങിനെ പറ്റി അടിപൊളി എന്നുള്ള സാധനം. പിന്നെ നമുക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു സ്ട്രെയിൻ ഇല്ല, പവർ വരുന്നതിൽ ഒരു ലാഗ് ഇല്ല. ഒരു മൊത്തത്തിൽ പറഞ്ഞ അടിപൊളി വണ്ടി. അടിപൊളി സാധനം. പിന്നെ ഇന്റീരിയറും ടൊയോട്ടയുടെ ഒരു പണ്ടത്തെ ഒരു ഇന്റീരിയറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും എന്ന് പറയുമ്പോഴേക്കും പല യൂണിവേഴ്സിറ്റിന്ന് വന്ന പോലത്തെ ഒരു രീതിയിലാണ്. നമ്മൾ പണ്ടത്തെ നമ്മളുടെ കൊറോള ഇനോവ ഈടക്കും മറ്റേ ഹൈക്രോസ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് തന്നെയായിരുന്നു. മറ്റേ നമ്മള് ടാക്സിയുടെ കാര്യം പറഞ്ഞാൽ ഒരു പൈസ കൊടുക്കണേന് നമുക്കൊരു കുറച്ച് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഇന്റീരിയർ ക്വാളിറ്റി സാധാരണ കീയൊക്കെ വന്നിട്ട് വലിയ സാധനങ്ങളൊക്കെ ഇറക്കണം. 16 സ്ക്രീന് വലിയ സാധനങ്ങളൊക്കെ ഇറക്കുമ്പോഴേക്കും ഇവർക്ക് വണ്ടി ഒരു 100 കൊല്ലം അല്ലെങ്കിൽ 200 കൊല്ലം വണ്ടി ജീവിച്ചാൽ മതി. പക്ഷെ അതേ ഉള്ളൂ. അപ്പം വീല് കറങ്ങണം. പക്ഷേ അതെ, അപ്പൊ അത് പിന്നീട് TV മേടിച്ച് ഫിറ്റ് ചെയ്താൽ മതിയല്ലോ എന്നുള്ള. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് അവരെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഫോർച്യൂണർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ഈ നമ്മളിപ്പോ ഈ ഒരു ബീച്ചിലെ ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ പോകുമ്പോഴും ഈ ഫ്രണ്ടിൽ പാസഞ്ചേഴ്സിന്റെ വെന്റിലേറ്റർ സീറ്റ്സിനോട് ഞാൻ സത്യം പറഞ്ഞാൽ താങ്ക്ഫുൾ ആണ്. അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്രീച്ചർ കംഫർട്ട് എന്ന് പറയുമ്പോഴേക്കും അവര് ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം നമ്മള് ഇതിലെന്ന് പറയുമ്പോ എല്ലാം ഉണ്ട്, പക്ഷെ നമ്മളങ്ങനെ നെസസിറ്റി ആയിട്ട് എല്ലാം നമ്മളിതൊന്നും നോട്ടീസ് ചെയ്യൂല ഇല്ല എന്ന് പറഞ്ഞാൽ. ഇത് ഓടിക്കുമ്പോ അടിപൊളിയാണ്. നമ്മളെ നാട്ടിലെ മറ്റേ ഫീച്ചറാണ്. എന്ത് ഫീച്ചർ AC കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇതിന്റെ പാഡിൽ ഷിഫ്റ്റ് വരെ ഉപയോഗിക്കണമെന്നുണ്ട്, പക്ഷെ അതിന് പറ്റിയൊരു റോഡ് കിട്ടുന്നില്ല. അത്രയും പാഡിൽ ഷിഫ്റ്റ് ഒക്കെ ഉള്ള വണ്ടി, ഒരു പാഡിൽ ഷിഫ്റ്റ് ഉള്ള ഒരു SUV. ഇതിനുള്ള റോഡ് നമുക്കില്ല. അപ്പം ഹൈവേക്ക് ഒന്ന് വന്നു കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ. പക്ഷെ ബാലൻസ്ഡ് വണ്ടി എന്നുള്ള ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഹൈവേയിലാണെങ്കിലും എവിടെ ആണെങ്കിലും ഒരു ഹൈവേ മാനേഴ്സ് ഒക്കെ അടിപൊളി. അതായത് മുന്നത്തെ ഫോർച്യൂണറൊക്കെ നമ്മുടെ പണ്ടത്തെ സ്കോർപിയോ ഒക്കെ പോലെ ഒലച്ചിലും സ്റ്റിയറിംഗ് പയ്യനൊന്ന് ഹൈ സ്പീഡിൽ വിട്ട് കഴിഞ്ഞാൽ വണ്ടി വണ്ടിക്ക് പിന്നെ ഫ്ലോ അങ്ങ് പോകും. പക്ഷെ ഇതിലങ്ങനെ ഒന്നുമില്ല. സ്റ്റെബിലിറ്റി, ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും. പിന്നെ ഹൈവേ കയറുമ്പോഴാണ് മറ്റേ നമ്മളുടെ ഈ ഹൈഡ്രോളിക് സ്റ്റിയറിംഗിന്റെ സാധനം കിട്ടുന്നത്. ഇത്രയും വലിയ വണ്ടിയാണെങ്കിലും ഇത്രയല്ല ഒരൊലച്ചിലും അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും ഈ സ്റ്റിയറിംഗ് ഫീഡ്ബാക്കും അത്യാവശ്യം ഡയറക്റ്റ് സ്റ്റിയറിംഗുകളും വലിയ പ്രശ്നമൊന്നുമില്ല, സെറ്റാണ്. അപ്പം നമ്മൾ ഞാൻ നോട്ടീസ് ചെയ്തൊരു സംഭവമുണ്ട്. ഞാനൊരു വട്ടം ഹൈവേയിലൂടെ ഇതുപോലെ പോയപ്പം ഒരു പോട്ട് ഹോൾ ഞാൻ ഹിറ്റ് ചെയ്തു. ഒരു 60-80 km/h. പാസഞ്ചർ അതറിഞ്ഞില്ല, പക്ഷെ ഓടിക്കുന്ന ഞാൻ അറിഞ്ഞു. അത് നല്ലൊരു പോട്ട് ഹോൾ ആയിരുന്നു. അപ്പൊ അതൊക്കെ എന്നെ ശരിക്കും സർപ്രൈസ് ചെയ്തു. എന്താണ് അതിന്റെ പിന്നിലെ ടെക്നോളജി? അത് ഓടിക്കുമ്പോ ഞാനും ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പൊ ഈ ഡ്രൈവേഴ്സ് ഫീഡ്ബാക്ക് ഉള്ള അങ്ങനത്തെ കുറച്ചും കൂടി ഡ്രൈവർ ഓറിയന്റഡ് കാർസിലേക്ക് ഇപ്പം എന്റെ സിറ്റിയിലും എല്ലാം നമ്മള്
നമ്മളറിയും, നമ്മൾ ഇപ്പുറത്തോട്ടൊക്കെ തിരിഞ്ഞിങ്ങനെയൊക്കെ നോക്കുമ്പോഴേക്കും അവരിതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരിനെ കുഴിയാ ഇതിന്റെ ഈ ഫോട്ടോസ് എല്ലാം ഈ കുഴി നമ്മളുടെ ഇന്ത്യൻ റോഡൊക്കെ നമ്മള് താറ് ഓടിച്ചിട്ട് നമുക്കൊരു ഒരു ലെവലുണ്ട് പുതിയ താറൊക്കെ ആണെങ്കിലും. പക്ഷെ ഇത് ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ മറ്റേ വോൾവോ ബസ്സിലൊക്കെ പോണ പോലെ ബോട്ടിലൊക്കെ പോണ പോലെ ഇങ്ങനെ മറ്റേ നമുക്ക് കുഴിയൊന്നും വലുതായിട്ട് അറിയണില്ല. പിന്നെ അതെ, സത്യം പറഞ്ഞ അപ്പം ഈ ഒരു റൈഡ് ക്വാളിറ്റി എപ്പോഴായാലും ഉണ്ടാവും. ഇതിപ്പം ഓൾമോസ്റ്റ് 1 lakh ആവാറായിട്ടുള്ള വണ്ടിയാണ്. ഇപ്പം ഇതിന്റെ ഒരു വേറെ സംഭവം എന്ന് പറയുമ്പോൾ ടൊയോട്ടയുടെ 1 lakh ആകുമ്പോഴാണ് ഇതൊരു മിനിമം മോഡിലെത്തുന്നത്. വണ്ടി അപ്പോഴാണ് ചാർജ് ആവുന്നത്. ഒരു ഓവർഹോളിംഗ് മാനുവലായിട്ട് കഴിഞ്ഞതുപോലെ ഓടിച്ചോടിച്ച് നമ്മളുടെ ഒരു റണ്ണിങ് പീരീഡ് 1 lakh കഴിയണ പോലെയാണ് ഈ ടൊയോട്ടയുടെ ഈ ജനറേഷൻ വണ്ടികൾ. അപ്പം ഇപ്പൊ തന്നെ ഓടിക്കുമ്പം എനിക്ക് എന്താ ഒലയുക എന്ന് പറയത്തില്ല, ഓടി ഓടി ഒലഞ്ഞു ആ വണ്ടി, അങ്ങനെ ഇതായി. അങ്ങനെ സാധനം ഇതുവരെ എത്തിയിട്ടില്ല. ഷോറൂമിൽ ഇറങ്ങിക്കൊണ്ട് വന്ന അതേ ഒരു എന്താ ആ ഒരു ടൈറ്റ്നെസ്, ആ ഒരു റിജിഡിറ്റി, ആ ഒരു ട്രാക്ഷൻ ഒക്കെ അതുപോലെ തന്നെ ഉണ്ട് എല്ലാ കോമ്പോണൻസിലും. ഇവരൊന്നും മറ്റേ ഇങ്ങനെ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു പുതിയ പ്രൊഡക്ട്സിന്റെ എല്ലാം ഇപ്പം കീയും നമ്മളുടെ അങ്ങനെ കുറെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ എല്ലാം വേണ്ടി ഇപ്പൊ ടാറ്റയുടെ പുതിയ മോഡൽസ് എല്ലാം അവര് ഒരു 3-4 സ്ക്രീൻ അങ്ങ് വെക്കും. എന്നിട്ട് സ്ക്രീനിൽ കിട്ടില്ല ആനിമേഷനും എല്ലാം ക്ലിക്ക് ബൈറ്റ് റേജ് ബൈറ്റ് ചെയ്യണ പോലെയാണ് അവന്മാര്. അപ്പൊ നമ്മള് ബാക്കിയുള്ള വണ്ടിനെ പറ്റി ഒന്നും ശ്രദ്ധിക്കില്ല. വണ്ടി ഓടിക്കാൻ ഷോ ആണ് കുഴപ്പമില്ല, കാരണം നല്ല വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലെന്ന് പറയുമ്പോ അവരൊന്ന് ഷോ ചെയ്യാൻ എല്ലാം ഉള്ളിലാണ്, എല്ലാം ഉള്ളിലാണ്, അടിയിലാണ്. അതെ, എല്ലാം മനസ്സിന്റെ ഉള്ളിലാണ്. അങ്ങനത്തെ ഒരു മോഡിലാണ്. അപ്പം അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു സെറ്റപ്പാണ് അത്. എനിക്ക് നമ്മള് മറ്റേ ചാനലിന്റെ മറ്റേ ഇൻട്രോയിൽ ഇപ്പൊ നമ്മൾ ഈ സ്ക്രീനിനോടൊക്കെ ഭയങ്കര എതിരാണ് എന്ന് പറയുമ്പം കാര്യം ഞങ്ങള് മറ്റേ ഈ ടച്ച് ഇല്ലാത്ത ഫോണും പിന്നെ ലാൻഡ് ലൈനിന്റെ ജനറേഷനിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് നമുക്ക് ടെക്നോളജി നമ്മളതിൽ പെട്ടുപോയി. എന്തായാലും അതിൽ നിന്ന് മാറാൻ പറ്റില്ല. ഈ ഫോണും സ്ക്രീനും അതൊക്കെ ഈ ഫോണിന്റെ സ്ക്രീനിന്റെ ഈ സ്ക്രീൻ ടൈം കുറക്കാൻ നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങനത്തെ വണ്ടി എടുത്ത് പൊളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോഴേക്കും കുറെ സ്ക്രീനൊക്കെ അവിടെ സ്ക്രീനാ. പക്ഷെ ഒരു ഡയലോഗ് തന്നെ ഉണ്ട്, ഒരു പഴഞ്ചൊല്ലുണ്ട് അതിന്, പട പേടിച്ച് പന്തളത്ത് പോയപ്പം അവിടെ പന്തം കൊളുത്തി പട. അപ്പം ഇതിനെ തന്നെ നമുക്ക് ആവശ്യമുള്ള സ്വിച്ച് ഗിയറും വോളിയം നോബും എല്ലാ AC-യുടെ കൺട്രോളും എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. അപ്പം ഇത് മതി നമുക്ക് മറ്റേ വണ്ടി ഓടിക്കാനുള്ള ഒരു സംഭവമാണ്. അല്ലാതെ നമുക്കൊരു ആർക്കേഡ് പോലെ സെറ്റ് ആക്കാനുള്ളത്. അപ്പൊ നമ്മള് അത് ജസ്റ്റ് ഒന്ന് നമ്മളൊരു വിഷമം പറഞ്ഞു എന്നുള്ളൂ. പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇതുകൊണ്ട് ഇത് എന്താ കുറെ ഞാൻ കണ്ടിട്ടുണ്ട്, കുറെ എൽഡർലി ആൾക്കാർക്ക് സ്ക്രീനുകളുള്ള വിഷ്വൽ എയ്ഡ് കിട്ടുന്നത് ഭയങ്കര അവർക്ക് എന്താ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാം, പക്ഷെ ഈ യൂസബിലിറ്റി കോംപ്രമൈസ് ചെയ്യണതിൽ അത്രയും വലിയ ഒരു താല്പര്യം. ഞാനിപ്പോ മറ്റേ ഫ്ലാപ്സ് ആൻഡ് സ്വിച്ചിന്റെ ആൾക്കാര് ഫ്ലാപ്സ് സ്വിച്ചസ് ആ ഒരു അതുപോലെ വരണം. കാര്യം നോബും ഇതൊക്കെ ഉള്ളത് നമുക്ക് ഈ സ്വിച്ചും എല്ലാം ഉള്ളത് നമുക്ക് ഒരു സ്ഥലത്ത് ഒരു സമയത്ത് അമർത്തി കഴിഞ്ഞാൽ അടുത്ത സമയത്ത് അവിടെ തന്നെ ഉണ്ടെന്ന് അറിയാം. ഇത് മറ്റേ ഈ മസിൽ മെമ്മറിയിലുണ്ട്. ഇപ്പോഴത്തെ വണ്ടികൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേക്കും ഇത് അടുത്ത അപ്ഡേറ്റ് വരുമ്പോഴേക്കും അടുത്ത ദിവസം അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നേരെ മസിൽ മെമ്മറി അങ്ങ് മറ്റേ ഒരു പട്ടി വില കൊടുക്കാനാണ് സെറ്റപ്പാണ്. അപ്പം ഈ ഒരു വണ്ടിയുടെ റൈറ്റ് ബാലൻസ് എന്ന് പറയുമ്പം ഇപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് പ്രോഡക്റ്റ് ഇൻ ദ റൈറ്റ് പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സമാധാനം, ഭാഗ്യം. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയല്ലോ എന്നുള്ളത്. ഇനിയിപ്പം എങ്ങോട്ട് പോകും? ഇനി ഇലക്ട്രിക് വരും, അത് വരും, ഹൈഡ്രജൻ വരും. ഡീസൽ എൻജിൻസ് ഒക്കെ ചിലപ്പോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് മാത്രമാക്കാം, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് കഥകളൊക്കെ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സാഡ് ആയിരിക്കും ഗൈസ്. അപ്പൊ അന്നേരം നമ്മൾ വണ്ടിയൊക്കെ മാറ്റി നടക്കാനൊക്കെ തുടങ്ങും. ഹെൽത്ത് സൈക്കിളോ എന്ന് പറയുമ്പോ എന്തെങ്കിലും, അല്ലെങ്കിൽ ആരെങ്കിലും നല്ല വണ്ടിയൊക്കെ ഇതൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നാട്ടുകാരോടും ആൾക്കാരെ കൂടെ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എനിക്ക് ഉറപ്പായി ഇത് നമ്മളുടെ ഈ ഒരു പെർസ്പെക്റ്റീവ് ഷെയർ ചെയ്യുന്ന കുറെ പേര് ഈ കേരളത്തിൽ തന്നെ കാണും. കാരണം അപ്പൊ നമ്മള് ഈ വീഡിയോ ഇന്ന് ബ്രിങ്ങപ്പ് ചെയ്യാനുള്ള കാര്യം, ഈ ഒരു വീഡിയോയിലോട്ട് എത്താനുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് ചാനലൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കുറച്ച് വിഷമങ്ങളൊക്കെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ നമ്മളിപ്പോ ബ്രിങ്ങപ്പ് ചെയ്തെന്ന് പറയുമ്പോഴേക്കും ഇതൊന്ന് കാണിക്കാനാണ്. ഇതിനി നമ്മള് ഇതിനെപ്പറ്റി ഒന്ന് പറയാനുമാണ്. ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ട് കുറച്ചു കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ വിഷമമൊക്കെ അറിയിക്കാനും നമ്മളുടെ കുറച്ച് റാൻസ് ഒക്കെ പറയാനൊക്കെ. ഈ വണ്ടി ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ തന്നെ ഇപ്പം ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും
ഇതിന്റെ പഴയ ഫസ്റ്റ് ജനറേഷൻ ആയാലും സെക്കൻഡ് ജനറേഷൻ ആയാലും നല്ല റീസെയിൽ വാല്യൂ ഉള്ള അതെ, ഇതിപ്പം ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റും അങ്ങനത്തെ കാര്യമൊക്കെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ സെറ്റാണ്. കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു അതെ മുതലാവും. അതെ. അപ്പം പിന്നെ ഇതൊരു ഇനി അധികം നാള് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവും എന്നുള്ള ഒരു കുറച്ച് നാളാകുമ്പോഴേക്കും ഇങ്ങനത്തെ വണ്ടികളും SUVs എല്ലാം ഒരു കളക്റ്റബിൾ സംഭവങ്ങളാവും. തന്നെ ഓൾറെഡി ആയി വരുന്നുണ്ട്. ഇപ്പം നമ്മളുടെ പഴയ പജേറോ അങ്ങനത്തെ പജേറോ SFX, പിന്നെ നമ്മളുടെ ടാറ്റ സുമോ, അപ്പം പഴയ ജീപ്പൊക്കെ പോലെ കോളിസ്, രംഗണന്റെ കോളിസ്. അപ്പം ഇതെല്ലാം ഇപ്പം മെയിനായി ഇങ്ങനെ വരും. അപ്പം അപ്പോഴേക്കും പിന്നെയും പൈസ കൊടുക്കും ഇതിന്. ഓൾറെഡി ഇത്രയും പൈസ ഇപ്പൊ ഏകദേശം 1/2 കോടിയുടെ അടുത്ത് ഈ വണ്ടിക്ക് ഇപ്പം പുതിയതിന് പൈസയുണ്ട്. അപ്പം ആരെങ്കിലും എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ എടുത്തോളൂ. എനിക്ക് മനസ്സിലാത്ത ഇവർക്കെങ്കിൽ ലാൻഡ് ക്രൂസർ ഇങ്ങനെ ഇറക്കിക്കൂടെ? ലാൻഡ് ക്രൂസർ നമ്മളുടെ ഒരു റോഡ് സൈസും പിന്നെ അത്രയും കപ്പാസിറ്റി ഉള്ള പെട്രോൾ എഞ്ചിനൊക്കെ ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ നമ്മളൊന്നാമത് പെട്രോൾ മേടിക്കണത് ആരുടെ നിന്നാണെന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അറബികൾക്കാണ് ഈ വീട്ടിലെ ടാങ്കിലും പെട്രോള്, പുറത്തും പെട്രോള്, കയ്യിൽ മൊത്തം വിൽക്കണതെല്ലാം പെട്രോൾ. അപ്പൊ അവർക്ക് ഈ 4 ലിറ്റർ V8 മറ്റേ 16 ലിറ്റർ V8 ഇറക്കിയാൽ അവർക്ക് പെട്രോൾ ഉണ്ട്. അപ്പം പിന്നെ റോഡിന്റെ സൈസ്, പിന്നെ മാർക്കറ്റിന്റെ ഒരു ടൈപ്പും നമ്മളുടെ ഒരു ലാൻഡ് ക്രൂസറിന് പറ്റിയതല്ല. ഇവിടെ ഉണ്ട് കുറെ. അപ്പം എന്നാലും അത്രയും വർക്കൗട്ട് ആവാഞ്ഞതും അവരത് ഇറക്കാൻ ശ്രമിക്കാഞ്ഞതും അതുകൊണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ കാണുമ്പോഴേക്കും നമ്മളുടെ മൈൻഡിലൊരു സന്തോഷവും അങ്ങനെയെല്ലാം വരും. അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ വേണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഞാൻ ഒരു അടുത്ത പോയിന്റ് പറയുമ്പോൾ ഇവനൊന്നും കൂടി ചവിട്ടും. അപ്പോഴേക്കും ഞാൻ പിന്നെ ഇങ്ങനെ ബാക്കിയിടും. പിന്നെ ഞാൻ മറന്നു പോകും. അപ്പം വീണ്ടും ആ ലൂപ്പിലോട്ട് പോകാതിരിക്കാൻ നമ്മളിപ്പം ആക്ച്വലി അല്ല, ഇത് എന്തായാലും ഡീസൽ എഞ്ചിന്റെ കാര്യങ്ങൾ വന്ന് തുടങ്ങിയത് കൊണ്ട് നമുക്ക് അടുത്തതും ഒരു ഡീസൽ വണ്ടി തന്നെ നമ്മൾ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് വണ്ടികൾ കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ തന്നെയാണ്. അപ്പം നമ്മൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയിട്ട് വരുന്നത്. അപ്പം ഈ എക്സോസ്റ്റ് നോട്ടൊക്കെ ഇതൊക്കെ ഡീസലിന്റെ ഇടും. അപ്പൊ ഇതൊക്കെ ഇതിൽ റെക്കോർഡ് ആവണ്ട ഇല്ലെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇനിയുള്ള കുറച്ച് വണ്ടികൾ നമ്മളിപ്പം ഇനി കൊണ്ടുവരാൻ നമ്മൾ കുറച്ച് ക്ലാസിക്സും കുറച്ച് ഇങ്ങനെ ഇതുപോലത്തെ നമ്മളുടെ റാൻ സെഷനും നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരും. അപ്പം അപ്പച്ചനോടൊന്നും തോന്നരുത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്സ് നമ്മളുടെ ഫോർമാറ്റിനും ഇപ്പൊ നമ്മള് ടോക്കിംഗ് കാർസിന്റെ സാധനം അങ്ങനെ തന്നെ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രെയിമൊക്കെ അങ്ങനെ തന്നെ കാണുന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് അവരാൻ പറ്റൂല ഒരിക്കലും. അപ്പം പിന്നെ നമുക്ക് കുറെ സിമിലാരിറ്റി തോന്നണമെന്ന് പറഞ്ഞാൽ നമ്മൾ സെയിം നാട്ടുകാർ, സെയിം ഭാഷയും അങ്ങനെയൊക്കെ ആയതുകൊണ്ടും പിന്നെ ഓട്ടോ എന്തൂസിയാസ്റ്റുകൾ ഏകദേശം ഒരേ മൂഡ് ആൾക്കാരാണ്. അപ്പം അതൊരു കിടിലൻ കൾട്ടാണെങ്കിലും അടിപൊളി പരിപാടിയാണ്. അപ്പം നമ്മള് ജസ്റ്റ് വി ആർ ട്രൈങ് ടു ഷെയർ POV ഫ്രം അവർ ജനറേഷൻ. അപ്പം അത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അധികം ഇപ്പൊ തന്നെ വലുതായി. അപ്പൊ ഇനി അധികം ഇനിയും വലിച്ചിട്ടുള്ള ഇത് ചെറുതാക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള്. അപ്പം see you in the next video. Thanks for watching. Ciao.